24 രാഷ്ട്രീയം പറഞ്ഞ വയനാട്ടുകാർ. ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിലാണ് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ജനകീയ ചർച്ച. ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കെ സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായ മണ്ഡലത്തിൽ 3 മുന്നണികളും നിലപാടുകൾ പങ്കുവച്ചു. LDF-ൽ നിന്ന് മുൻ MLA-യും ജില്ലാ കൺവീനറുമായ CK ശശീന്ദ്രൻ സംസാരിച്ചു. UDF-ൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ സംഷാദ് മരക്കാറും BJP-യിൽ നിന്ന് പ്രശാന്ത് മലവയലും. അദ്ദേഹത്തെ ഇഷ്ടമെടുത്ത് മത്സരിക്കാം, അതൊക്കെ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അദ്ദേഹം വിതരണം ചെയ്യുന്ന ഒരു സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കളവും. അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കുകയും ചെയ്തിട്ടില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം BJP-ക്ക് എതിരാണ്. BJP എതിർക്കുന്നത് ഒരു പാർലമെന്റ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നതോട്. അപ്പോൾ രാഹുൽ ഗാന്ധി മോദിയും വാരണാസിയിൽ മത്സരിക്കുന്നതോടുകൂടി വർഗീയതയ്ക്കെതിരെയുള്ള ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ഉച്ചസ്ഥായിയിൽ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. വയനാട്ടിലേക്ക് ഒളിച്ചോടി വരുന്ന രണ്ടാളുകൾ, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തുരുത്ത് തെരഞ്ഞെടുക്കുമ്പോൾ അത് വയനാടിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയും ഒന്ന് ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും. രാത്രി യാത്രാ നിരോധനം, വന്യമൃഗശല്യം, റെയിൽ കണക്ടിവിറ്റി, ബദൽപാതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വയനാട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ അത് പറ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സമയത്ത് വരുന്നുണ്ട്. പോളിന് ആന കുത്തി കൊന്നു, അജീഷിന് ആന കുത്തി കൊന്നു, പ്രജീഷിന്റെ കടുവ പിടിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി വന്നിട്ടുണ്ടോ വീട്ടില്? പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ഉയർന്നു. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി അവിടെ നേരിട്ട് പോയല്ലോ. ആ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നവർക്കെതിരെയുള്ള ഏക ആക്ഷേപം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കയറാൻ പോയി എന്ന് പറയുന്നത് CPM. സിദ്ധാർത്ഥന്റെ വിഷയം വളരെ ദൗർഭാഗ്യകരവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതാണ്. പാർട്ടിയും ഗവൺമെന്റും എല്ലാവരും ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു CBIക്ക് കൊടുക്കുന്നത്, CBIക്ക് വിട്ടിട്ടുണ്ട്. വെള്ളമുണ്ട പുളിഞ്ഞാൽ റോഡ് തകർന്നതുമൂലം പൊടി ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ദുരവസ്ഥയിൽ പ്രതിഷേധമുയർന്നു. ശക്തനായ ഒരു നേതാവാണ് കോൺഗ്രസിന്റെ. പുളിഞ്ഞാൽ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്താ വെച്ചാൽ അത് PMC വഴിപ്പെടുന്നതാണ്, പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽപ്പെടുന്നതാണ്. അതിലെ കാലതാമസത്തിൽ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമാണ്. അതിലെങ്ങനെ ഇടപെടാൻ കഴിയുന്നതാണ് ആലോചിക്കുക. നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരും, നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഞാൻ 100% ഉറപ്പ് തരുന്നു. നാളെ വടകര മണ്ഡലത്തിലാണ് 24-ന്റെ രാഷ്ട്രീയ സംവാദം. 24 വയനാട്.